സുരേഷ് സാർ, നമുക്ക് ഏതായാലും സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് പോകാം അല്ലേ? ജാസ്മിൻ, ആ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്സിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ ഇന്നത്തെ ദിവസം എസ്പെഷ്യലി ഏവിയേഷൻ സ്റ്റോക്സ്, അതായത് എയർലൈൻ സ്റ്റോക്സും അത് കൂടാതെ തന്നെ എയർപോർട്ട് സ്റ്റോക്സും നമ്മളൊന്ന് വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2-3 ഹെഡ്വിൻസ് ആ സെക്ടറിനുണ്ട്. ഒന്ന് നമുക്കിപ്പോൾ അടുത്ത കാലത്ത് ഇന്നലെ തന്നെ നടന്ന അഹമ്മദാബാദിലെ എയർ ഇന്ത്യയുടെ എയർ ക്രാഷ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ക്രൂഡ് പ്രൈസസ് ഉയരുന്നു. അത് കാരണം ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന് വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് കാരണം നമുക്ക് ഏതാണ്ട് മിഡിൽ ഈസ്റ്റ് വഴി അല്ലെങ്കിൽ ഗൾഫിൻ്റെ രാജ്യങ്ങളിലെ മുകളിൽ കൂടെ പോകുന്ന യാത്രയും ചിലപ്പോൾ ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടി വരും. അതൊരു അഡീഷണൽ കോസ്റ്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും 3 ഹെഡ്വിൻസും കൂടി ആ ഇൻഡസ്ട്രികളെ എഫക്ട് ചെയ്യുന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ നമ്മൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് വരുമ്പോൾ, ജാസ്മിൻ, ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ മിന്നായം പോലെ വരുമ്പോൾ അവിടെ നിന്നാണ് ഒരു സ്പോട്ട്ലൈറ്റിൽ ഒരു സ്റ്റോക്ക് ഉദിച്ചു വരുന്നതെന്നുള്ള. ഇപ്പം നമ്മളിപ്പോൾ ഒരു 3-4 കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടൊരു ന്യൂസ് പറഞ്ഞാൽ ഗവൺമെൻറ് സാധാരണ ഈ എയർ കണ്ടീഷനിലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, അതായത് പവർ ആൻഡ് എനർജി കൺസർവേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം നമ്മുടെ എ സിയിലൊക്കെ ഏതാണ്ട് 18ഉം 17ഉം ഒക്കെ നമുക്ക് വയ്ക്കാം അല്ലേ? ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് 20 മിനിമവും 28 മാക്സിമവും അതിനകത്തെ വയ്ക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റെഗുലേഷൻ വരുന്ന കാരണം ആ ഇൻഡസ്ട്രിക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ എ സിയുടെ ഡിസൈൻസിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, റിമോട്ട് കൺട്രോളിന് ചേഞ്ച് വരുന്നുണ്ട്. മൂന്നാമത്, ഫേം വെയർ എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ എംബഡഡ് ഓൺ ടു ഹാർഡ്വെയർ. ഇതിനൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 2-3 മാസത്തിനുള്ളിൽ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് ആയ എയർ കണ്ടീഷൻ മാനുഫാക്ചറേഴ്സ് അതിനുള്ള ചേഞ്ചസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇൻകോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ നമ്മളൊന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ന്യൂസ് പറയാൻ കാര്യം വെച്ചാൽ ഇതേപോലെയുള്ള ചെറിയ ന്യൂസുകളിൽ നിന്നായിരിക്കും നമുക്കൊരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഐഡിയ കിട്ടുന്നതെന്നുള്ള. പക്ഷേ ഞാനിത് എയർ കണ്ടീഷൻ കമ്പനി അല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഇതെന്താണെന്ന് വെച്ചാൽ 2.5 കൊല്ലം മുമ്പേ വന്ന ഒരു റൂളാണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡറാണ്. അത് ഏതാണ്ട് ജൂൺ 8-9 മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് വേറൊന്നുമല്ല, ഈ ട്രക്കുകൾ അല്ലെങ്കിൽ ഹെവി ട്രക്കുകൾ ഉണ്ടല്ലോ, അതായത് ലൈറ്റ് ആൻഡ് മീഡിയം ട്രക്സ്, കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ക്യാബിൻസിൽ ഇനി മാൻഡേറ്ററി ആയിട്ട് എയർ കണ്ടീഷൻ വേണം എന്നുള്ളതാണ്. ആ ഒരു റൂളാണ് ഇനി വരുന്നതെന്നുള്ളത്. അത് എന്തുകൊണ്ട് വരുമെന്ന് വെച്ചാൽ ഡ്രൈവേഴ്സ് ഫെറ്റീഗ്, അതായത് ഡ്രൈവേഴ്സിൻ്റെ ക്ഷീണം ഒന്ന് കുറയ്ക്കുക എന്നുള്ള കാര്യം. 2, ആ ഫെറ്റീഗ് കുറയുന്നതോടുകൂടി ആക്സിഡൻസ് കുറയും. അതായത് ഒരു സ്റ്റഡി പറയുന്നത് വെച്ചാൽ ഏതാണ്ട് ഒരു നല്ലൊരു ശതമാനം റോഡ് ആക്സിഡൻസും ഡ്രൈവറിൻ്റെ അശ്രദ്ധ എന്ന് നമ്മൾ പറയുമെങ്കിലും അതൊരു ഫെറ്റീഗാണ്. അതായത് നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ നമുക്കറിയാലോ, കാശ്മീർ അല്ലെങ്കിൽ ഹിമാചൽ മുതൽ തമിഴ്നാട്, കന്യാകുമാരി, നാഗർകോവിൽ, തിരുവനന്തപുരം വരെ വരുന്ന ആ ഒരു യാത്ര ിടയിൽ അവർക്ക് വരാവുന്ന ഒരു മാനസിക സംഘർഷവും തളർച്ചയൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതൊക്കെ ഒരു റോഡ് ആക്സിഡൻസിന് കാരണമാവുന്നു എന്നുള്ള പറഞ്ഞു വയ്ക്കണം. അപ്പം ഫെറ്റീഗ് റെഡ്യൂസ് ചെയ്യാനും ആക്സിഡൻസ് റെഡ്യൂസ് ചെയ്യാനും ഇത് ഉപകാരപ്പെടുന്നുള്ളതാണ്. അത് കാരണം തന്നെ ഈ പറയുന്ന പോലെ ഈ ടൈം റെഡ്യൂസ് ചെയ്യും. അതായത് ഇവരുടെ ഫെറ്റീഗ് കുറയും തോറും ടൈം റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് കുറയും. അത് വലിയൊരു ഇൻക്രീസ്ഡ് എഫിഷ്യൻസി, ഫ്യൂവൽ എഫിഷ്യൻസി, കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഇതൊരു വളരെ നല്ല ഡിസിഷനാണ് എല്ലാ ക്യാബിനുകളും, അതായത് മീഡിയം ടു ഹെവി വെഹിക്കിൾസിൻ്റെ ക്യാബിനിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ഇതിന് വേറൊരു സൈഡ് എഫക്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ഈ സാധാരണ നമ്മൾ ഈ ട്രക്കൊക്കെ ഓടിക്കില്ലേ, ഈ നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സൈഡ് ഗ്ലാസ് ഒന്നും അവർ ഇടാറില്ലല്ലോ. ഇപ്പോൾ സൈഡ് ഗ്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തോരം പൊല്യൂഷനാണ് ആ വിൻഡോയിൽ കൂടെ നമ്മുടെ മുഖത്തേക്ക് വരുന്നത്. അത് കൂടാതെ തന്നെ ഡ്രൈവേഴ്സിൻ്റെ ഹെൽത്തിന് വലിയൊരു കൺസേൺ ഉണ്ട്. അതായത് ദേ ആർ എക്സ്പോസ്ഡ് ടു ലോട്ട് ഓഫ് നോയ്സസ്. അതായത് ഈ മറ്റുള്ള വണ്ടികളിൽ നിന്നുള്ള ഹോണും വണ്ടികൾ പോകുന്ന ശബ്ദങ്ങളൊക്കെ ഈ വലത്തെ ചെവിയിൽ അടിച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഈ ഡ്രൈവേഴ്സിന് സംഭവിക്കാറുണ്ടെന്നുള്ള. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവേഴ്സിൻ്റെ ഹെൽത്ത് വൈസും അത് മാത്രമല്ല ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസിക്കും ആ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ്സിനും ഈ ഒരു റൂള് വളരെ നന്നായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ റെഗുലേഷൻ ശരിക്കും പറഞ്ഞാൽ ചില കമ്പനികൾക്ക് ഇതൊരു ഗെയിം ചേഞ്ചറാണ്. അത് നമ്മളെ സൈലൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഗെയിം ചേഞ്ചിങ് ആക്ടിവിറ്റിയാണ്. ഇത് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഈ ക്യാബിൻ എ സി, അതായത് ഇതുകൾക്ക് ക്യാബിൻ എ സി പ്രൊവൈഡ് ചെയ്യുന്ന ലിസ്റ്റഡ് ആയിട്ടുള്ളതും അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. അതിൽ ഞാൻ ഫേമസ് ആയിട്ടുള്ള 2 കമ്പനി, അതിലൊന്ന് ഈ പറയുന്ന പോലെ ഡെൻസോ ഇന്ത്യ, വേറൊന്ന് സൂബ്രോസ്. ഈ 2 കമ്പനീസാണ്. ബട്ട് അതിലെ മേജർ പ്ലെയർ എന്നുള്ളത് സൂബ്രോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ആയിട്ട് സൂബ്രോസിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇതിന് വലിയൊരു ടെയിൽ വിൻഡ് വരുന്നു. അതായത് ഈ ഓർഡർ തന്നെയാണ് അതിൻ്റെ ടെയിൽ വിൻഡ്. 1985 ഫൗണ്ട് ചെയ്ത കമ്പനിയാണ് ഈ സൂബ്രോസ് എന്ന് പറഞ്ഞാൽ. ഓട്ടോമോട്ടീവ് എയർ കണ്ടീഷനിങ്ങിൽ ഒരു പൈനിയർ കമ്പനിയാണ് സൂബ്രോസ് എന്നുള്ളത്. അവർക്കൊരു ടൈപ്പ് ഉണ്ട്. അതായത് ഡെൻസോ കോർപ്പറേഷൻ ജപ്പാൻ, അതൊരു ടയോട്ട കമ്പനിയാട്ടോ. ഡെൻസോ കോർപ്പറേഷൻ ജപ്പാനായിട്ടും സുസുക്കി മോട്ടോർ കോർപ്പറേഷനായിട്ടുള്ള 2 മൾട്ടിനാഷണൽ കമ്പനീസായിട്ട് അവർക്കൊരു ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അവർ എന്താ പറയുക, ഈ നമ്മൾ പറയില്ലേ, അതായത് ഒരു
സൂബ്രോസിൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ ഈ കമ്പോണൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മേജർ കമ്പോണൻസും കാർ മേക്കേഴ്സിനെയും മാത്രമേ നമ്മൾ ഈ ഓട്ടോ സെക്ടറിൽ നമ്മൾ പറയാറുള്ളൂ. എയർ കണ്ടീഷൻ മേക്കേഴ്സിനെ കുറിച്ച് നമ്മൾ വലുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഒരു സൈലൻറ്റ് പ്ലെയറാണ് ഈ സൂബ്രോസ് എന്ന് പറയുന്നത്. അവർക്ക് ക്ലയൻറ്റൈൽ തന്നെ വളരെ വലുതാണ്. നമുക്കറിയാം ലാർജർ സെല്ലിംഗ് വെഹിക്കിൾസ് ഒക്കെയാണ് അവരുടെ ക്ലയൻസ്. ഒന്ന് മഹീന്ദ്ര, മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, ടയോട്ട, റെനോൾഡ്, നിസാൻ. അപ്പോൾ ഏതാണ്ട് ഒരു പ്രീമിയം ലെവലിനകത്ത് താഴത്തെ ലെവലിലുള്ള എല്ലാവരും അവരുടെ ക്ലയൻസ് തന്നെയാണെന്നുള്ളതാണ്. അവരിപ്പോൾ ഈ ഓട്ടോമോട്ടീവ് AC കൂടാതെ തന്നെ അവരിപ്പോൾ ഈ ട്രക്കിൻ്റെ ഈ പറയുന്ന പോലെ ബസ് AC-യിലും ട്രക്കിൻ്റെ AC-യിലേക്കും കടന്നിട്ടുണ്ട്. ട്രക്കിൻ്റെ റെഫ്രിജറേഷൻസിൽ അവർ കടന്നിട്ടുണ്ട്. പിന്നെ ഈ ഓഫ് ഹൈവേ വെഹിക്കിൾസിൽ, അതായത് ഈ അഗ്രികൾച്ചർ വെഹിക്കിൾസ് അല്ലെങ്കിൽ ട്രാക്ടർ ട്രെയിലേഴ്സ്, കൺസ്ട്രക്ഷൻസിൽ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ AC-ൽ ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സും സംഘി മോട്ടോഴ്സിന്റെ ക്രെയിൻസും ഒക്കെ പറയുന്നില്ല, അതിൻ്റെയൊക്കെ ക്യാബിൻസിനും AC പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായി സൂബ്രോസ് മാറി എന്നുള്ളത് അവരൊരു ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗ്രോത്തിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണെന്നുള്ളതാണ്. അവർക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഓർഡർ വന്നല്ലോ, അതായത് എല്ലാ ക്യാബിനും AC വേണമെന്ന്. ഇത് പഴയ ട്രക്കിന് ബാധകമല്ല, ഏതായാലും പുതിയതായിട്ടുള്ള ട്രക്കിന് ബാധകം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയതായിട്ട് ഏതാണ്ട് ഇന്ത്യയിൽ ഒരു കൊല്ലം 3 ലക്ഷം തൊട്ട് 4 ലക്ഷം വരെ പുതിയ ലോറീസാണ് സാധാരണ ഒരു കൊല്ലം അല്ലെങ്കിൽ ട്രക്സ് ഇന്ത്യൻ നിരത്തുകളിലേക്ക് രജിസ്റ്റർ ചെയ്ത് ഇറങ്ങുന്നതെന്ന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നതെന്നുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഹ്യൂമംഗസ് ഓപ്പർച്യൂണിറ്റി. എന്നാൽ പഴയ ട്രക്കിന് ഈ പറഞ്ഞ പോലെ മാറ്റണം, റിട്രോഫിറ്റിംഗ് എന്ന് പറയുന്ന ഒരു റൂളില്ല. ബട്ട് ഈവൻ ദെൻ എല്ലാ ലോറികളും ഇനി ഇറങ്ങുന്ന ട്രക്കുകൾ പുതിയതായിട്ട് വരുന്നതിൽ AC വരുമ്പോഴത്തേക്കും പഴയ ട്രക്കുകൾ, അതായത് വലിയ വലിയ കമ്പനീസിനൊക്കെ ഒരുപാട് ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ തമിഴ്നാട് തന്നെ KPN അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സർവീസസ് ഉണ്ട്, ഇവർക്കുമൊക്കെ തന്നെ ഇത് AC ആയിട്ട് മാറ്റേണ്ടി വരും എന്നുള്ള. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 80 ലക്ഷം, ഇതൊരു എസ്റ്റിമേറ്റ് കണക്കാണ്, 80 ലക്ഷം മുതൽ 1 കോടി വരെ എക്സിസ്റ്റിംഗ് ഓൾഡ് ട്രക്സ് ഇന്ത്യൻ റോഡ്സിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു 5 തൊട്ട് 10% ട്രക്കുകൾ പോലും AC ഫിറ്റ് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ യു ആർ ടോക്കിംഗ് അബൌട്ട് 5 lakhs to 10 lakhs of 15 lakhs ഓഫ് റെട്രോഫിറ്റിംഗ്. അത് തന്നെ ഏതാണ്ട് 3000 കോടിയുടെ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ പുതിയ ട്രക്കുകൾ അവിടെ നിൽക്കട്ടെ, 3000 കോടി പഴയ ട്രക്കിൽ നിന്ന് കിട്ടുക എന്നൊക്കെ പറയുന്നതും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസ്റ്റഡ് ആയിട്ടുള്ള 2 പ്ലെയേഴ്സിൽ വലിയൊരു മാർക്കറ്റ് ഷെയർ ഉള്ളത് സൂബ്രോസ് ആണെന്നും അവരുടെ പുറകിൽ ഈ പറയുന്ന പോലെ സുസുക്കി കോർപ്പറേഷനും ടയോട്ടയാണ് കൊളാബറേറ്റ് എന്താ പറയുക ടെക്നോളജിക്കൽ കൊളാബറേറ്റിംഗ് കമ്പനിയായിട്ട് നിൽക്കുന്നതെന്നുള്ളതും ഇതേപോലുള്ള വലിയ വലിയ കമ്പനീസായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്, ക്ലയൻറ്റ് ലിസ്റ്റും ഉണ്ടെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി സൂബ്രോസ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. FY25 അവർ റവന്യൂ എന്ന് പറഞ്ഞാൽ 3400 കോടിയാണ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 120 കോടിയാണ്, EPS ഏതാണ്ട് 18.5 റുപ്പീസാണ് അതിൻ്റെ EPS എന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് ക്യാപ്പ് 5460 കോടിയായിരുന്നു ഇന്നലെ ക്ലോസിങ്ങിൽ, അതായത് 830 റുപ്പീസാണ് അതിൻ്റെ CMP എന്ന് പറഞ്ഞാൽ. സ്റ്റോക്കിൽ അതിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ അത് അത്ര ചീപ്പൊന്നുമല്ല. ബട്ട് ഇപ്പോൾ വന്ന ഓർഡറും ഇനി വരാവുന്ന ദിവസങ്ങളിൽ നാഷണൽ ചാനലുകളിലും മീഡിയകളിലും ന്യൂസ് പേപ്പറുകളിലും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള സമയം, ഇന്ന് മാർക്കറ്റ് ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഒരു ഡേ തന്നെയാണല്ലോ, നമുക്ക് മാനസികപരമായിട്ടും ഈ പറയുന്ന പോലെ മാർക്കറ്റിൻ്റെ ടെക്നിക്കൽസും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലൂമി ഡേയിൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്ത് സ്പോട്ട്ലൈറ്റിൽ വെക്കാവുന്നതാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ വക ന്യൂസുകൾ അല്ലെങ്കിൽ സൂബ്രോസിനെ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും ഇതിൻ്റെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസും പലയിടത്തും വന്നേക്കാം. നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇതിനെ പിക്ക് ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് വഴി എന്ന് മാത്രം.